പ്രവാസികളായ ആളുകളോടാണ് പറയാനുള്ളത്. നല്ല ചൂടാണ്, സൗദിയിൽ നല്ല ചൂടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജിദ്ദയിലാണ്. ജിദ്ദയിലൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ഈ AC ഉപയോഗിക്കുന്ന ആളുകളാണ് റൂമിൽ. അപ്പോൾ പരമാവധി എന്താ ചെയ്യുക, AC കുറച്ച് ഉപയോഗിക്കാൻ നോക്കുക. ഫുൾ ടൈം AC ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസറിന് കംപ്ലൈൻറ്റ് മാത്രമല്ല, അത് ഹീറ്റായിട്ട് അത് സ്പ്രെഡായി പോകും, കത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, AC ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ചൂടത്ത് AC എങ്ങനെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുകയെന്ന് ചോദിക്കും. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഓഫാക്കി ഇടുക. അരമണിക്കൂർ ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയം, പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, ഓഫാക്കിയിട്ട് തന്നെ പോകുക. AC ഇട്ടുകാണ്ട് പോകണ്ട. ചില സമയത്തുണ്ട് ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ്, ഇനിയിപ്പോൾ റൂമിലേക്ക് വരുന്ന സമയത്ത് റൂം ഭയങ്കര ഹീറ്റായിക്കാരം, ചൂടായിക്കാരം, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യുക, നേരത്തെ തന്നെ 10 മിനിറ്റ് നമ്മൾ AC ചാലു വെക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ശ്രദ്ധിക്കുക എന്ത്. അതേപോലെയാണ് ഈ ഹൗസ് ഡ്രൈവർമാരെ റൂമൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതായിക്കാരം. അപ്പോൾ അവർ ഈ ഫുഡ് ഉണ്ടാക്കലും പിന്നെ റൂമിൽ തന്നെ എല്ലാ കാര്യങ്ങളും റൂമിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്കാരം ഒതുങ്ങിക്കൂടല്ലേ. ഇപ്പോൾ നമ്മൾ ഈ ഗ്യാസ് അടുപ്പ് വെച്ച അടുത്ത് അയിക്കാരം ഈ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞ് പരമാവധി ഗ്യാസ് ഓഫാക്കിയിട്ട് തന്നെ പോകാൻ നോക്കുക. കാരണം ഈ ഫ്രിഡ്ജിൻ്റെ അടുത്ത് എന്താ പറയുക, നമ്മൾ പാചക വസ്തു ഉണ്ടാക്കേണ്ട ഇത് പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഇത് കണക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെയാണ് നമുക്ക് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഹൗസ് ഡ്രൈവർമാരെ റൂം പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡിൻ്റെ ഉണ്ടാക്കി കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഓഫാക്കിയിട്ട് എന്ത് ചെയ്യുക, പുറത്ത് പോവുകയാണെങ്കിൽ പുറത്ത് പോവുക, ഓഫാക്കിയിട്ട് പോവുക. അല്ലെങ്കിലും എന്ത് ചെയ്യുക, ഓഫാക്കുക. നമ്മളെ പരിപാടി കഴിഞ്ഞാൽ ഓഫാക്കുക. ഓഫാക്കുക, നമ്മൾ എവിടെയൊക്കെ പോകുക വെച്ചാൽ പോവുക, അല്ലാതെ അത്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.